ഇവന്ന് വെൽഫെയർ പാർട്ടി നടത്തിയിട്ടുള്ള നിരന്തരമായ ഭൂപ്രക്ഷോഭങ്ങൾ. എനിക്കൊന്ന് ചെങ്ങറ സമരത്തിന് ശേഷം കേരളത്തിൽ ഭൂസമരങ്ങൾ ശക്തിപ്പെട്ടത്. ആ സമയത്ത് വെൽഫെയർ പാർട്ടി ഉണ്ടായിട്ടില്ല. 2011 വെൽഫെയർ പാർട്ടി വിയോജിപ്പ് ആദ്യത്തെ പരിപാടി എൻ്റെ ഓർമ്മയിൽ വെൽഫെയർ പാർട്ടിയുടെ ആദ്യത്തെ പൊതുപരിപാടി, പ്രഖ്യാപനമല്ലാത്ത ആദ്യത്തെ പൊതുപരിപാടി തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള ഭൂസംരക്ഷണ മാർച്ചാണ്. അന്ന് കർണാടകയിലെ മുൻ മന്ത്രിയായിരുന്ന ലളിത നായിക്കാണ് ആ ഭൂസംരക്ഷണ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. വെൽഫെയർ പാർട്ടിയുടെ നാഷണൽ വൈസ് അതെ, അന്ന് അവർ വെൽഫെയർ പാർട്ടി നാഷണൽ രാഷ്ട്രീയപരമായ അടുത്ത കാലത്ത് ഉയർത്തിക്കൊണ്ടുവന്ന ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവന്ന വെൽഫെയർ പാർട്ടി സംശയമില്ല. ഭൂസംരക്ഷണ മാർച്ച് കൊണ്ട് അവസാനിച്ചില്ല. നമ്മുടെ ഭൂപ്രക്ഷോഭങ്ങൾ പലതരത്തിൽ, അത് അക്കാഡമിക് ലെവലിലും സാമൂഹ്യ ലെവലിലും പ്രക്ഷോഭ തലത്തിലും 3 ടയറുകളിലായിട്ട് നമ്മുടെ പ്രക്ഷോഭം ശക്തിപ്പെടുത്തി. ഇവിടെ ഹാരിസൺ ഭൂമി നമ്മൾ കയ്യേറി. അതെ അതെ, നമ്മൾ പല സ്ഥലത്തും ഇപ്പോൾ ചേരിയമലയിലെ ഭൂമി വെൽഫെയർ പാർട്ടിയിലെ മലപ്പുറം ജില്ലാ കമ്മിറ്റി കണ്ടുപിടിച്ച സ്ഥലമാണ്. അതേപോലെ തന്നെ ചുണ്ടേൽ എസ്റ്റേറ്റ്, വയനാട്ടിലെ ചുണ്ടേൽ എസ്റ്റേറ്റിൽ വെൽഫെയർ പാർട്ടി പോയി. അപ്പോൾ കല്ലടത്തണ്ണി ഇതണക്ക് ഒരു മിച്ച ഭൂമിയാണ്. അത് ഒരു സ്വകാര്യ വ്യക്തി കൈയടക്കി വെച്ചിരിക്കുന്ന സ്ഥലത്താണ് കല്ലടത്തണ്ണി സമരം. അതേപോലെ നമ്മുടെ ആ ഒരു കല്ലടത്തണ്ണി സമരം എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ഈ ചുണ്ടേൽ സമരവും ഇതിന്നൊക്കെ വ്യത്യസ്തമായൊരു സമരമാണ് വെൽഫെയർ പാർട്ടി സമരം. അതെ അതെ അതെ. കാരണം നമ്മളിപ്പോൾ മുത്തങ്ങ സമരം, ചെങ്ങറ സമരം, അരിപ്പ സമരം പറഞ്ഞാൽ ആ അതേ കാറ്റഗറിയിൽ വരുന്ന ഒരു സമരമാണ് കല്ലടത്തണ്ണ സമരം. കാരണം ഏകദേശം 24 മണിക്കൂർ, ഒരു രാത്രിയും ഒരു പകലും പൂർണ്ണമായി നിന്ന് കുടിൽ കെട്ടി ഭൂരഹിതരെ പ്രവേശിപ്പിച്ചു, കുടിൽ കെട്ടി നടത്തിയ സമരമാണല്ലോ. സമരം വിജയിക്കും ചെയ്തു. ആ സമരം അന്ന് തന്നെ കരാറിൽപ്പെട്ടു. ആ ഭൂസമരം നിലനിന്നാൽ അത് ഇടത് സർക്കാർ വന്നൊരു ആദ്യ കാലഘട്ടമായിരുന്നു. 2016 ഇടത് സർക്കാർ വന്നിട്ട് ഏതാനും മാസങ്ങളേ ആയിട്ടുള്ളൂ. ആ സമയത്ത് ആണ് നമ്മുടെ ഈ പ്രക്ഷോഭം നടത്തുന്നത്. അപ്പോൾ അതിലൊരു ഗുണമെന്ന് പറഞ്ഞാൽ ആ ഭൂമി 25 സെൻറ്റ് വീതം ചെങ്ങറ ഭൂസമരത്തിൽ ഭൂമി കിട്ടാത്ത കുറച്ച് ആളുകൾക്ക് അവർക്ക് കൊടുത്തു. പിന്നീട് അത് കൂടാതെ സമരം ചെയ്ത കുറച്ച് പേർക്ക് ഏകദേശം 100 കുടുംബങ്ങൾക്ക് ആ ഭൂമി ലഭിച്ചു എന്നുള്ളത് വലിയൊരു സമരങ്ങളിലൂടെ നിരവധി ആളുകൾക്ക് ഭൂമി ലഭിച്ചിട്ടുണ്ട്. അത് കളക്ടർ ജില്ലയിൽ തന്നെ നിരവധി ആളുകൾക്ക് ആ ഭൂമി ലഭ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. ഒരു കണക്കുണ്ട്, 3000-ലധികം കുടുംബങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുടെ വ്യത്യസ്ത ഭൂസമരങ്ങളിലൂടെ ഭൂമി ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത്